മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. യേശു ദൈവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ച് കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഹല്ലേലൂയ. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. കർത്താവായ യേശു ഭൂമിയിൽ വചനം ജഡമായി തീർന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു പറഞ്ഞ വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവത്തെ വെളിപ്പെടുത്തിയത് പുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. വചനം ഇങ്ങനെയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം വായിച്ചത് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ യുദ്ധങ്ങൾ കണ്ടു. നിലവിൽ അനേകം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം വായിച്ചതുപോലെ രാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സകല ഇടങ്ങളിലും സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് അവിടെ ആയിരിക്കണം. രാജ്യത്തിൻ്റെ സുവിശേഷം. യേശു ഭൂമിയിൽ വന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന ലോകത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് അവന് യേശു രക്ഷകൻ എന്ന പേർ വിടണം. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തെ AD BC ഒന്നും തിരിച്ച യേശു ആണ് രക്ഷകൻ. ആ യേശു കർത്താവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്നത് റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. സോ അവർ ഫോക്കസ് ഈസ് സാൽവേഷൻ. നമ്മുടെ ലക്ഷ്യം യേശുവാണ്, രക്ഷയാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം ഈ ലോകം കൊണ്ട് തീരും. നഗ്നനായി നമ്മൾ വന്നു, നഗ്നനായി തിരിച്ചു പോകും. എന്നാൽ ഈ ശരീരത്തിലിരിക്കുമ്പോൾ, ഇന്ന് ആയുസ്സോടിരിക്കുമ്പോൾ, ഇന്ന് ഈ വീഡിയോ എന്നെ കേൾക്കുന്നവർ കാണുന്നവർ ഈ യേശുവിന് ഹൃദയം കൊടുത്താൽ മതി. നിൻ്റെ പാപം എത്ര കടുംചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. ഇന്ന് യേശുവിന് ഇതുവരെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ
പുതുതായിട്ട് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ പറയാം, ദൈവത്തിന് മതമില്ല, യേശു ക്രിസ്ത്യാനിയുടെ ദേവനല്ല, ദൈവം ഒരാളേ ഉള്ളൂ. ആ ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ജഡം ധരിച്ചു, വചനം ജഡമായി തീർന്നു. അതാണ് യേശു. ആ യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഇന്നും ഒരുക്ക് വേണ്ടി ജീവിക്കുന്നു. അതാണ് സുവിശേഷം. ഈ സുവിശേഷം നല്ല വാർത്തയാണ്. സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. ദൈവം എല്ലാവരുടെയും ആണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യമാണ്: യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. 1 യോഹന്നാൻ 5:1 പറയുന്ന, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ജനിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റും. എങ്ങനെയാണ്? കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട, 1 കോടി രൂപ കർത്താവിന് കൊടുക്കണ്ട, 10 കോടി കൊടുക്കണ്ട, 5 രൂപയും കൊടുക്കണ്ട, 1 രൂപയും കയ്യിലില്ലേ? ഈ യേശു രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാനുള്ള പദ്ധതി പിതാവാന്തം ചെയ്തിട്ടുണ്ട് ക്രൂശിലൂടെ. ആദ്യം പറഞ്ഞതുപോലെ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരത്തിനായി, മോചനത്തിനായി, ഒരിക്കലായി എന്നേക്കുമായി പാപങ്ങളുടെ മോചനത്തിനായി അവൻ ഒരിക്കലായി മരണം ആസ്വദിച്ചു, ക്രൂശിക്കപ്പെട്ടു. അവൻ്റെ മരണ പുനരുത്ഥാനത്താൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, പാപക്ഷമയുണ്ട്, ഈ ലോകത്തിൽ സമാധാനപൂർവമായി ജയകരമായ ജീവിതമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് വരിക. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. കർത്താവ് വേഗം വരാറായി, വീണ്ടും വരാറായി. ഒരുങ്ങുക. ഇന്നേക്ക് 16 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ഹൃദയത്തിൽ വന്നു. ആ യേശുവിനോടൊപ്പം ആയിരിക്കാൻ കർത്താവ് കൃപ തന്നു. എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും: ആരൊക്കെ കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകും, നമ്മുടെ കൂട്ടുസൗരങ്ങളുണ്ട്, അവർ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരാളേ ഉള്ളൂ. ഒറ്റൊരു ദൈവമേ ഉള്ളൂ. ജീവൻ തന്ന മനുഷ്യനെ വിടുവിച്ചത് അത് യേശു മാത്രമാണ്, യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് യേശു വിളിക്കുവാണ്. ആ യേശുവിലേക്ക് വരിക. ആ യേശു നിങ്ങളെ ഉയർത്തും, മാനിക്കും. സമാധാനപൂർവ്വമായൊരു ജീവിതം ഈ ഭൂമിയിൽ മനസാക്ഷിയിൽ നിന്ന് പോലും പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയുവാൻ, മായ്ച്ചു കളയുവാൻ യേശുവിൻ്റെ രക്തം മതിയായതാണ്. സോ യേശു വിളിക്കുന്നു. കർത്താവിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു. ആമേൻ. താങ്ക് യു.